ആറന്മുളയുടെ മണ്ണിൽ പുതിയ ദൗത്യവുമായി കുമ്മനം രാജശേഖരൻ ഇറങ്ങുമ്പോൾ ആത്മവിശ്വാസത്തിലും വിജയപ്രതീക്ഷയിലുമാണ് NDA. പൈതൃക നാടിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തിരിക്കുമെന്നും ആറന്മുളയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ NDAക്ക് സാധിക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ആറന്മുളയുടെ മണ്ണിലേക്ക് വീണ്ടും ഒരു ദൗത്യവുമായി ശ്രീ കുമ്മനം രാജശേഖരൻ എന്ന പ്രിയപ്പെട്ട രാജേട്ടൻ എത്തുകയാണ്. രാജേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. രാജേട്ട സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വീണ്ടും ആറന്മുളയിലേക്ക്. എങ്ങനെയാണ് ആത്മവിശ്വാസം, പ്രതീക്ഷകൾ? ആറന്മുളയിലെ ജനങ്ങളെ എനിക്ക് അങ്ങേയറ്റത്തെ വിശ്വാസമുണ്ട്, അവർക്ക് എന്നിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലൊരു സംശയമില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ്. നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന കർമ്മപദ്ധതികളുമായി അവരെ സമീപിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന ജനപ്രതിനിധി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവരുടെ പ്രത്യാശയും അവരുടെ സ്വപ്നങ്ങളും എല്ലാം നിറവേറ്റിക്കൊണ്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള നല്ല പ്രതികരണമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഈ നാരങ്ങാനം പഞ്ചായത്തിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ 6 മണിക്ക് ആരംഭിച്ചതാണ്. എല്ലാ വീടുകളും കയറുന്നു. എല്ലാ സ്ഥലങ്ങളിലും കടകമ്പോളങ്ങളിലും പൊതുപ്രവർത്തന സ്ഥലങ്ങളിലുമെല്ലാം കടന്നു ചെല്ലുമ്പോൾ അവരൊക്കെ വളരെ ആവേശത്തോടു കൂടി നല്ലൊരു സ്വാഗതമാണ് നൽകുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഒന്ന്, തിന്മയ്ക്കെതിരെ, സാമൂഹ്യ വിപത്തുകൾക്കെതിരെ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവർക്കാണ് സ്വാഭാവികമായും ജനങ്ങൾ വോട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഉറച്ച നിലപാടിനോട് ഒത്തു നിൽക്കാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളത് തിരിച്ചറിവാണ് ഇവിടുത്തെ വോട്ടർമാർ താമര ഉയർത്തിപ്പിടിക്കുന്നു. അത് ഇവിടുത്തെ ഒരു വിജയ തിലകം അണിയിക്കാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം രാജേട്ടൻ പുതിയ ആളല്ല. രാജേട്ടന് ആറന്മുള അത്രത്തോളം വേണ്ടപ്പെട്ടൊരു നാട് കൂടിയാണ്, മണ്ണ് കൂടിയാണ്. അപ്പോൾ അവിടെ തന്നെ വീണ്ടും മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയ ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അവിടെ തീർച്ചയായിട്ടും ഒരുപക്ഷെ പാർട്ടിയുടെ മേലധികാരികളെല്ലാവരും ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനൊരു തീരുമാനമെടുത്തപ്പോൾ അവർക്കും ചില കാരണങ്ങളുണ്ടാകും. കാരണം എനിക്കിവിടെ സുപരിചിതമാണ്. ഇവിടെ ദീർഘകാലം പ്രവർത്തിച്ചിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വലിയ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എന്നെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചത്. അതിൽ അവരുടെ ആ നിശ്ചയത്തോട് ഞാനും കൂറ് പുലർത്തുകയാണ്. ഞാൻ ആവശ്യപ്പെട്ടതല്ല, അവർ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടു. അത് തീർച്ചയായിട്ടും നിറവേറ്റാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടി നേതാക്കന്മാർ, അധികാരികൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിറവേറ്റി കൊടുക്കാൻ എനിക്ക് കഴിയും. ചേട്ടാ, ഒരു കാര്യം, ഈ പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയാണ്. അല്ല, ഗ്രഹസമ്പർക്കത്തിലും വോട്ടർമാരെ നേരിൽ കാണുന്നതിലും ഒക്കെയാണ് മുൻഗണന. ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ളവരുണ്ട്, പഴയകാല പ്രവർത്തകരുണ്ട്, ഈ നാടിന് വേണ്ടി അത്യധ്വാനം ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. ഈ നാടിൻ്റെ മണ്ണിൻ്റെ മണമുള്ള സാംസ്കാരിക പൈതൃകം അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയുമാറ് ഈ പ്രദേശത്ത് പ്രവർത്തിച്ച് അത് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ജനങ്ങളുണ്ട്. അവരൊക്കെ ആയിട്ട് ഇടപഴകുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. പരമാവധി സ്ഥലങ്ങളിൽ പോവുക, ഒരു വിശ്രമവും ഇല്ലാതെ രാവിലെ മുതൽ രാത്രി അവസാനിക്കുന്നത് വരെ ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളോടൊപ്പം കഴിഞ്ഞ് അവർക്ക് വേണ്ടി ശബ്ദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അത് പരിഹരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകാനുമാണ് ഞാൻ മുൻഗണന നൽകുന്നത്. തീർച്ചയായിട്ടും എന്തായാലും എല്ലാ വിജയാശംസകളും നേരുകയാണ് ചേട്ടാ. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ വളരെ മികച്ച രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ജനകീയ വിഷയങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് കുമ്മനം രാജേട്ടൻ്റെ പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം രാജേട്ടൻ പുതിയ ഒരാളല്ല, അവർക്ക് ഏറെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആറന്മുളയിൽ രാജേട്ടൻ. എന്തായാലും ആറന്മുള ഇക്കുറി രാജേട്ടനെ കൈവിടില്ല എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് BJP ക്യാമ്പും NDA ക്യാമ്പും വെച്ച് പുലർത്തുന്നത്.